ഹായ് ഹലോ എവ്രി വൺ. ഒരു കട്ടിൽ ഒരു മുറി എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ഇന്നുള്ളത് രഘുനാഥ് സാർ, പൂർണിമ ചേച്ചി ആൻഡ് ഷാനവാസിക്കയാണ്. വെൽക്കം ടു കൈരളി. താങ്ക് യു. നമസ്തേ. ഓക്കെ, ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ ഈ പേര് പറയാനാണ് ഞാൻ ഏറ്റവും തെറ്റിക്കരുതേ എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. സാധാരണ നമ്മൾ ഒരു മുറിയിൽ ഒരു കട്ടിൽ എന്നല്ലേ പറയാ, ഇതെങ്ങനെയാണ് ഈ തിരിഞ്ഞു വന്നത്? ഒരു കട്ടിൽ ഒരു മുറി. ആദ്യം കട്ടിലാണ് ഉണ്ടാക്കിയത്, പിന്നെ മുറി കെട്ടിയത്. കട്ടിലിനെ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്ത് മുറി അതിന് പറ്റുന്ന പിന്നെ ചുറ്റും മുറി പണിതതാ. ആണല്ലോ. ചേച്ചി ഇപ്പൊ സുന്ദരിയായിട്ടിരിക്കുന്നത് പോലെ തന്നെ മൂവിയിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. പിന്നെ മറ്റേ പ്രസന്റേഷൻ, അതായത് ആ ഡയലോഗ് ഡെലിവറിയും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. അതിൽ നമുക്കൊരു നിഗൂഢത ഒളിഞ്ഞടപ്പുണ്ട്. ഇപ്പൊ ടീച്ചർ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിൽ പറയുന്നുണ്ട്, വീടും നിനക്ക് റൂമും നിനക്ക്, പക്ഷെ ഈ കട്ടില് മാത്രം എനിക്ക് എന്നുള്ളത്. തമിഴിൽ ഞാൻ പഠിച്ച പക്ഷെ മറന്നു, അതുകൊണ്ട് മലയാളത്തിൽ പറഞ്ഞു. ഓക്കെ, അപ്പം അതിലും ഒരു നിഗൂഢത എനിക്ക് ഫീൽ ചെയ്തു. ആ കട്ടിലും ചേച്ചിയുമായിട്ട് എന്തോ ഒരു റിലേഷൻ. അത് കഴിഞ്ഞിട്ടൊരു ഒരു സ്കോർ വരുന്നുണ്ട് മ്യൂസിക്കിന്റെ, അതും നമ്മളെ ഒരു ചിന്തിക്കുന്ന ലെവലിലോട്ട് ആക്കുന്നുണ്ട്. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, അങ്കിത് മേനോന്റെ മ്യൂസിക് ഈ സിനിമയുടെ ഒരു ഇമോഷണൽ റെസൊണൻസിനെ എത്രമാത്രം എൻഹാൻസ് ചെയ്തിട്ടുണ്ട്? ആദ്യം തന്നെ തിരുത്താണ്, ഈ സിനിമയുടെ BGM ചെയ്തത് അങ്കിത്തല്ല. അങ്കിത്ത് ഇതിനകത്ത് ഈ പടത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട സോങ് ഉണ്ട്, നെഞ്ചിലെ എന്നുള്ള സോങ്. ആ സോങ് മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഈ പടത്തിനകത്ത് 4 ട്രാക്സ് വേറെ ഉണ്ട്. മൊത്തം 5 പാട്ടുണ്ട്. അതിൽ ആ 2 പാട്ടിന്റെ നെഞ്ചിലെ എന്നുള്ള പാട്ടിന്റെ 2 വേരിയേഷൻസ് ഉണ്ട്. ആ വേരിയേഷൻസ് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ചെയ്ത് വർക്കി എന്ന് പറയുന്ന മ്യൂസിഷ്യനാണ്. വർക്കിയാണ്. നിങ്ങളിപ്പോ ഈ പറഞ്ഞ BGM ഒക്കെ അദ്ദേഹത്തിന്റെ ആണ്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞപ്പോ ഒരു പാട്ട് നീ അപർണ എന്നുള്ള പാട്ട് ചെയ്തത് വർക്കിയാണ്. എത്രമാത്രം അത് സിനിമയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മ്യൂസിക്? ഈ സിനിമ ഒരു മ്യൂസിക്കലി സിനിമയാണ്. ഇതിന്റെ ഒരു മ്യൂസിക്കലി ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് വളരെ നന്നായി വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഫൈനൽ മിക്സിങ്ങും പരിപാടിയിലൊക്കെ കണ്ടപ്പം കേട്ടവർക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പം തന്നെ നിങ്ങൾക്കിപ്പം ആ ട്രാക്കിന്റെ ചെറിയൊരു പോർഷൻ കേട്ടപ്പോൾ ഇഷ്ടം തോന്നിയെങ്കിൽ പടത്തിനകത്ത് ത്രൂ ഔട്ട് അതിന്റെ പല വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇപ്പൊ പൂർണിമ ചേച്ചി കട്ടിൽ വേണം, കട്ടിൽ മാത്രം മതി എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു സെഗ്മെന്റിലൊക്കെ കിടക്കുന്നത്. അപ്പൊ ഞാൻ 2 കാര്യങ്ങൾ പറയും. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ചൂസ് ചെയ്യാം, എന്നിട്ട് ഇതിന്റെ റീസണും പറയണം. തുടങ്ങാം നമുക്ക്. ഒരു ചെറിയ മുറിയിൽ ഒരു ചെറിയ കട്ടിലിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാനാണോ ഇഷ്ടം, അതോ ഒരു വലിയ റൂമിൽ കുറേ കട്ടിലൊക്കെ ഇട്ട് കുറേ ആൾക്കാരുടെ കൂടെ ഇരിക്കാനാണോ ഇഷ്ടം? ചെറിയ കട്ടിലിട്ടിട്ട് അതിലൂടെ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കിയിരിക്കാനാണ് ഇഷ്ടം. ആണ്. അപ്പോഴാണോ സാർ ഇങ്ങനെ ഭാവന തന്നെ? എനിക്ക് ജനലും കാണാം, അപ്പുറത്തുള്ള ഭൂമിയെല്ലാം കാണാമല്ലോ. ഓക്കെ, അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം. ഒറ്റയ്ക്കല്ലല്ലോ, ജനലുണ്ട്, അപ്പുറം എല്ലാവരും ഉണ്ടല്ലോ, പലരും ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, സാറിന്റെ ആൻസർ അതാണ്. ചേച്ചിയുടെയോ? ഞാനും അതേ റൂമിലാണോ? അതേ റൂമിലല്ല, അദ്ദേഹം പുറത്ത് നോക്കിയിരിക്കുന്ന അദ്ദേഹത്തെ നോക്കിയിരിക്കാനാണ് എനിക്കിഷ്ടം. സിറ്റുവേഷൻ ചേച്ചിക്ക് ചൂസ് ചെയ്യാം. അതായത് ഒന്നുകൂടെ ചോദിക്കോ? ഒരു റൂമിൽ ഒരു കട്ടില്, നമ്മുടെ സെയിം സിനാറിയോ, അങ്ങനെ ഇരിക്കാനാണോ ഇഷ്ടം, അതോ കുറെ ആൾക്കാരൊക്കെ ആയിട്ട് ഒരു റൂമിൽ ഇരിക്കാനാണോ ഇഷ്ടം? ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇപ്പോഴത്തെ എനിക്കിഷ്ടം. കാരണം എനിക്ക് തോന്നുന്നു ആളും ബഹളവും ഒക്കെ ഇല്ലാതെ കുറച്ച് സമയം എനിക്ക് വേണ്ടി മാത്രമായി കിട്ടുന്ന സമയം വളരെ കുറവാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ഓപ്ഷൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അതായിരിക്കും ആഗ്രഹിക്കുക. ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിത് രണ്ടും വേണം. അത് ചില സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം, ചില സമയത്ത് കൂടെ കുറച്ച് ആളുകളുടെ കൂടെ അല്ലെങ്കിൽ വേറൊരാളുടെ കൂടെ ഒക്കെ ഇരുന്ന് സംസാരിച്ച് ചിരിച്ച് കളിച്ച്. അങ്ങനെയുള്ളൊരു ഓപ്ഷൻ നമുക്കുണ്ടോ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിലല്ലേ? അതെ, അത് രണ്ടും വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എനിക്ക് ഒന്നും അനുവദിക്കുള്ളൂ അല്ലേ. അപ്പം ഒറ്റയ്ക്ക് ഇരിക്കാം. ഞാനും വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാന്ന്. എല്ലാരും ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. എല്ലാരും ഞാൻ ഒറ്റയ്ക്കേ അല്ല സാർ, ജനലിന്റെ പുറത്തെ കാഴ്ചകളും അപ്പുറത്തുള്ള ലേഡിയെ നോക്കിക്കൊണ്ടിരിക്കും. എന്റെ വീട്ടില് ഞാൻ ഒറ്റയ്ക്ക് ഒരിക്കലും എനിക്ക് ഇരിക്കാൻ പറ്റാറില്ല. കാരണം എനിക്ക് വീട് നിറയെ പെറ്റ്സ് ഉണ്ട്. ഞാനിങ്ങനെ ഒരു ഓൺട്രാജ് പോലെയാണ് നടക്കണേ. എന്റെ കൂടെ ഒരു മറ്റേ ഇന്ദ്രൻ പൈറ്റ് പൈപ്പർ എന്നാ വിളിക്കുന്നത്. അത് ഇവർക്കറിയാം, അവർ കഥ പറയാൻ വരുമ്പോ. എനിക്ക് ഡോഗ്സ് ഒക്കെ അത്ര താല്പര്യമുള്ള ഒരാളല്ല. പക്ഷെ കല്ലടയിൽ കൂടെ പോകുമ്പോൾ പക്ഷെ ഇവരുടെ അടുത്തുള്ള ഇടപഴകൽ കാണുമ്പോൾ നമുക്ക് കൊതിയാവും. പട്ടിയെ വളർത്തി കളയാൻ തോന്നി, അത്രയും സ്നേഹം കാണുമ്പോൾ. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല.
അല്ലല്ല. സാർ ഒറ്റയ്ക്കല്ല, സാറിന് ജനലുണ്ട്. അല്ല, എന്നാലും എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമല്ല. ഒറ്റയ്ക്ക് നടത്താൻ ഇല്ല. സാറ് ശരിക്കും പറഞ്ഞ സാർ ഒരു സംസാരപ്രിയനാണോ? ആവശ്യമുള്ളതൊക്കെ സംസാരിക്കുന്നു മാത്രമേ ഉള്ളൂ. ആണല്ലേ? ചോദിച്ചാൽ ഉത്തരം കിട്ടും. ഓക്കെ. ജീവിതത്തിൽ ഒരു നിർണായക നിമിഷത്തിൽ ഒരു തീരുമാനം എടുക്കണം. അപ്പോൾ ഫ്രണ്ട്സിനെയാണോ അതോ ഫാമിലിനെ ആയിരിക്കോ ചൂസ് ചെയ്യാം? എന്നെ തന്നെ ചൂസ് ചെയ്യും. ആണോ? ഞാൻ പറഞ്ഞ ഓപ്ഷനിൽ ഏതെങ്കിലും? അത് പറ്റില്ല, നിങ്ങളുടെ ഓപ്ഷൻ ശരിയില്ല. ഓക്കെ, ചേച്ചിക്കോ? ഫ്രണ്ട്സിനെ എനിക്ക് ചോദിച്ചാൽ ഫാമിലി ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ അഭിപ്രായം ചോദിക്കാം. ഈ രണ്ട് ഓപ്ഷനിൽ തന്നെ പറയണം. ഉം. ഉത്തരം ഒന്ന് തന്നെയായിരിക്കും. അതൊരു അൽക്കുലത്തെ ചോദ്യമാണ്. അല്ല, നമ്മളിത് ഒരു ഫൺ സെഗ്മെന്റ് ആയിട്ടാണല്ലോ എടുക്കുന്നത്. നിർണായകമായ സിറ്റുവേഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അപ്പോഴത്തെ സാഹചര്യത്തിൽ ആരാണ് നമുക്കറിയില്ല. ചിലപ്പോൾ അത് സുഹൃത്തുക്കളാവാം, ചിലപ്പോൾ ഹസ്ബൻഡ് ആവാം. അപ്പൊ അതനുസരിച്ചിട്ടല്ലേ ചോദിക്കാം. ഹസ്ബൻഡ് അല്ല, ഫാമിലി ആവാം. സാഹചര്യമല്ലേ? ഹസ്ബൻഡ് ഇല്ലാത്ത സമയമാണെങ്കിലും എന്ത് ചെയ്യും? അതാ പറഞ്ഞത്, അതായത് ആ സാഹചര്യത്തിന് അനുകൂലമായി നമുക്ക് കറക്റ്റായിട്ട് ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ തോന്നുന്ന രീതിയിലുള്ള കോൺവെർസേഷൻ ചെയ്യാൻ പറ്റുന്നത് ആരോടൊപ്പമാണോ അങ്ങനെ. ശരിക്കും എനിക്കിപ്പോൾ ഒരു തമാശ വന്നതെന്ന് വെച്ചാൽ, ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ എന്നോടാ ചോദിക്കാന്നല്ല. ജീവിതത്തിൽ നിർണായക നിമിഷത്തിൽ ഉത്തരം കിട്ടാൻ ഞാൻ എന്നോട് ചോദിക്കും. ഇതേ ചോദ്യമാണ് നിങ്ങൾ ഇവളോട് ചോദിച്ചത്. പറയണം. അപ്പം ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് പൂർണിമ പറയും ഞാൻ രഘുവേട്ടനോട് ചോദിക്കുന്നു. അല്ല, ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. കാരണം നമുക്ക് എന്താണ് സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ആ സാഹചര്യത്തിലാണ് പെട്ടെന്നൊരു കാര്യം വന്നു. അപ്പം നമ്മൾ ആ കാര്യം ഇപ്പം ഇത് നല്ല തിരക്കഥ വന്നു എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ പെട്ടെന്ന് ചിലപ്പം രഘുനാഥ് പലേരിയെ വിളിക്കാം. ഞാനൊരു കാര്യം കേട്ടു, ഞാനൊരു കാര്യം ചെയ്യാം. നിർണായക നിമിഷം എന്ന് പറഞ്ഞല്ലേ, അത് എന്ത് ടൈപ്പ് നിമിഷമാണ്? അതാണ് ആ നിമിഷമാണ് അതിന്റെ. നമുക്കിപ്പം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ എന്തായിക്കോട്ടെ, ഓരോ സിറ്റുവേഷനും ഓരോ രീതിയാണ്. നമുക്കിപ്പം ഒരു സിനിമ സാറിന് ഇപ്പൊ സാർ പറഞ്ഞതുപോലെ ഇപ്പൊ തിരക്കഥ സിറ്റുവേഷൻ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആക്കാം. ഓക്കെ, ആരോട് ചോദിക്കും? ഞാൻ പൂർണ്ണിമയോട് 10 കോടി ഒരു 5 റുപ്യ വേണം ഒന്ന് വിചാരിക്കും. 5 രൂപ, വെറും 5 രൂപ, ഒന്നുമില്ല കയ്യിൽ. അതിന് എന്നോട് ചോദിച്ചൊരു കാര്യമില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പൊ സാർ ആരോട് ചോദിക്കും? അപ്പോൾ ആ സിറ്റുവേഷൻ മാറി. അപ്പൊ സിറ്റുവേഷൻ അതെന്ന് പറയണം. സിറ്റുവേഷൻ അതാണ്. ഇപ്പം ആ സിറ്റുവേഷൻ എന്താണ്? അത്തരം സിറ്റുവേഷനിൽ നിങ്ങൾ ആരോട് ഒപ്പീനിയൻ? ഞാൻ ആലോചിക്കേണ്ടതായിരുന്നു. ഞാനൊരു ഫൺ സെഗ്മെന്റ് ഒരു ജസ്റ്റ് ഒരു ഇതിലങ്ങ് പോയതാണ്. എന്റെ തെറ്റാണ്, ഐ ആം സോറി. ഓക്കെ, ഇതിന് ആൻസർ പറയാം. പറ്റുന്ന ഒരു ആൻസറാണ്. പക്ഷെ ഇതിനും നിങ്ങൾക്ക് സിറ്റുവേഷൻ വേണോ? ഇത് സിറ്റുവേഷൻ ഇല്ലാതെ ഒന്ന് ആലോചിക്കേ. ഒരു ചോദ്യം ക്ലിയർ ആയിരിക്കണം. ചോദ്യത്തിന് മറുചോദ്യം. സാറിന് ട്രഡീഷണൽ വിയർ ആണോ അതോ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡ്രസ്സസ്, ഇതുപോലത്തെ ഡ്രസ്സസ് ഇടാനാണോ ഇഷ്ടം? നോർമലി ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ എന്തായിരിക്കും സാറിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്? സാറിന് സിനിമ കാണാന്നുള്ള ആറ്റിറ്റ്യൂഡ് വേറെ അതല്ല, ഡ്രസ് ഇടുന്നത് എന്താണ്? ഞാൻ എന്റെ ഡ്രസ്സിനെ പറ്റി ഒരു ഒന്നും ചിന്തിക്കാറ് പോലുമില്ല. എന്തിനാ ചിന്തിക്കുന്നത്? ഞാൻ ഡ്രസ് ഇട്ടിട്ടാണോ ഭൂമിയിലേക്ക് വന്നത്? ഞാൻ കാര്യം പറയല്ലേ, നമ്മളെല്ലാവരും ഒന്നും ഇല്ലാതെയല്ലേ വന്നത്. വസ്ത്രങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ വന്നത്. നമ്മൾ ആരെയും കളിയാക്കിയിട്ടുണ്ടോ? എത്ര എടുത്ത് കൊഞ്ചിച്ചിട്ടുണ്ട് ആൾക്കാർ. പിന്നീട് നമ്മളുണ്ടാവുന്ന ഒരു സാമൂഹിക ബോധം എല്ലാത്തിനെയും കാരണക്കാരൻ ഹവ്വയാണ്. ഒറ്റ ആപ്പിള്, ഞാൻ ഇപ്പോഴും ആപ്പിള് കാണുമ്പോൾ ഹവ്വേനെ ആദമിനെ ഓർമ്മിക്കും. ഒറ്റ കടി കൊണ്ട് പറ്റിയൊരു കുഴപ്പം. അത് സത്യമല്ലേ? അതെയാണ് ആണെന്ന് സാറിന്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. അയ്യോ, ഞാൻ തണുപ്പേക്കാത്ത ഏതെങ്കിലും ഒരു ഉടുപ്പേ ഇടുള്ളൂ. അവിടെ ട്രഡീഷണലോ സ്റ്റൈലിഷ് ഒന്നുമല്ല. നല്ല തണുപ്പല്ലേ തിയേറ്ററിൽ. തണുപ്പൊന്നും വെക്കാത്ത കംഫർട്ടബിൾ ആയിട്ട് സിനിമ കാണാൻ പറ്റണ്ടേ? ഞാനും അങ്ങനെയൊക്കെ തന്നെ. ഞാൻ ഈ സെഗ്മെന്റ് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. എനിക്കിത് ഫ്ലോപ്പ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മളുടെ ഈ മൂവിയിലോട്ട് വരുമ്പോൾ സാറ് തൊട്ടപ്പനും ഒരു മകളും അങ്ങനത്തെ ഒരു റിലേഷനാണ് ഇതിനകത്ത് പഠിച്ചത്. ഇതിനകത്ത് ഒരു കട്ടിലും മുറിയും അങ്ങനത്തെ ഒരു റിലേഷൻ ഇതിലൂടെയാണ് സ്റ്റോറി പോകുന്നത്. ഒരു നോർമലി ഉള്ള ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് സാറിൻ്റെ തീംസ് പോകുന്നത്. ഇത് എങ്ങനെയാണ് ഒരു അട്രാക്ഷൻ അതിനോട് പോകുന്നത്? ബേസിക്കലി നമ്മളൊരു കഥ കേൾക്കും. രഘുനാഥ് പലേരി എന്നോട് ഇതിൻ്റെ ഫസ്റ്റ് തോട്ട്സ് പറയുമ്പോൾ തന്നെ ആ തോട്ട്സിൽ നമ്മൾ ഇന്നാണ്, അത് ഇങ്ങനെയാണ് ഷാനവാസ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അതിന് ഇന്നാണ്.
അത് ഈ കഥയിൽ എന്നെ ആകർഷിച്ചു. തൊട്ടപ്പൻ എന്ന് പറഞ്ഞ കഥ വായിച്ചപ്പോൾ, ഷോർട്ട് സ്റ്റോറി മാതൃഭൂമി എന്ന് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അയാളുടെ ബയോളജിക്കൽ അല്ലാത്തൊരു ആള് പിതാവാവാം, ഒരു പുരുഷന് പറ്റുമോ, ഒരു പെണ്ണിനെ അച്ഛനെ പോലെ, കൂട്ടുകാരനെ പോലെ, സഹോദരനെ പോലെ ഒക്കെ ഏത് കാലത്തും കൂടെ നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ട് ആ കഥയ്ക്കുള്ളിൽ. ആ ചിന്തയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് ആ ചിന്ത. ഈ കിസ്മത്ത് എന്ന് പറയുന്നതും ഇത് തന്നെയാണ് സംഭവം. ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട ഇൻസിഡൻറ്റിൽ ഞാൻ ഇൻസ്പയർ ആയിരുന്നു. അപ്പം നമ്മളൊരു ഹോണ്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടാവും ഈ കഥയിൽ. അതുണ്ട്. ഈ ബേസിക്കലി ഒരു കട്ടിൽ ഒരു മുറി എന്ന് പറയുന്ന സിനിമ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള റൊമാൻറ്റിക് മൂവിയാണ്. അപ്പോൾ പ്രണയ സിനിമകളോട് എനിക്ക്, സബ്ജക്റ്റുകളോട് എനിക്ക് പൊതുവെ അത്തരം സിനിമകൾ ഇഷ്ടം. പക്ഷേ ഇതൊരു കൺവെൻഷണൽ ഒരു റൊമാൻറ്റിക് മൂവിയല്ല. പക്ഷേ ഈ സിനിമ പറയുന്ന സബ്ജക്റ്റ് ട്രസ്റ്റിനെ പറ്റിയിട്ടാണ്, സ്നേഹത്തെ പറ്റിയിട്ടാണ്, പരസ്പരമുള്ള ട്രസ്റ്റ്. അത് ഏത് കാലത്തും പറയേണ്ട, അല്ലെങ്കിൽ സിനിമയിലൂടെ ഒന്നുകൂടിയും ഡീറ്റെയിൽ ചെയ്ത് പറയേണ്ടതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് മനോഹരമായിട്ട് രഘുനാഥ് ബലേരി എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. ആ എഴുതി തന്നത് ഷൂട്ട് ചെയ്യുന്ന പണി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതെത്ര കണ്ടുണ്ട്, ഭംഗിയായി വന്നിട്ടുണ്ട് എന്ന് അറിയാൻ 27-ാം തീയതി തിയേറ്ററിൽ നിങ്ങളെല്ലാവരും വന്നിട്ട് കണ്ട് സന്തോഷിക്കുമ്പോൾ ഞാൻ ഹാപ്പിയാവും. ഓക്കെ. ചേച്ചി ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ അതിൻ്റെ ആ ക്യാരക്ടറിൻ്റെ ഒരു എനർജീനെ എങ്ങനെയാണ് ടേക്കപ്പ് ചെയ്യുന്നത്? അത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഓക്കെ ഞാൻ ഇങ്ങനെ പിടിക്കാം, അതാണോ അത് ഡയറക്ടർ പറയുന്നത് പോലെയാണോ? എങ്ങനെയാണ് ചേച്ചി അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? അത് തീർച്ചയായിട്ടും നമുക്കൊരു കഥാപാത്രം വായിക്കുമ്പോൾ നമ്മൾക്ക് അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ എന്നിരുന്നാലും അത് സൃഷ്ടിച്ച വ്യക്തിക്കാണത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അതിലേക്ക് എത്താൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. ഈ സിനിമയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ അക്കമ്മയുടെ എനർജിയും അക്കമ്മയുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ വൈബും എല്ലാം എന്താണ് എന്നുള്ളത് എനിക്ക് വായിക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഷാനവാസും പലേരി സാറും നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ച്, ഓരോ കഥാപാത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അക്കമ്മ എങ്ങനെയായിരിക്കും, അക്കമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, അക്കമ്മ ഈ സീനിൽ എന്തുകൊണ്ടാണ്, അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ചോദിക്കും. ഞാൻ പല പ്രാവശ്യം വിളിച്ചു വെച്ചിട്ടുണ്ട്, അതെന്താ ആ സീൻ നമ്മൾ അങ്ങനെ അതെന്തുകൊണ്ടായിരിക്കാം അവരങ്ങനെ സംസാരിച്ചത്. അത് ആക്ച്വലി ഒരു വെൽ റിട്ടൺ സ്ക്രിപ്റ്റിൽ ശരിക്കും ഒരു കഥാപാത്രത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ആ സിനിമയിലൂടെ പല പല മൊമെൻറ്റ്സിൽ വന്ന് പോകുമ്പോൾ വായിക്കുമ്പോൾ നമുക്കത് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. പിന്നെ അതല്ലാതെ നമ്മൾ അഭിനയിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്കൊരു ഫ്ലോ വരും. ആ ക്യാരക്ടറുമായി ചേർന്ന് നിൽക്കുന്ന കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും വരുമല്ലോ. അതും അതിനോടൊപ്പം വന്ന് ചേരുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം ഇതിൻ്റെ ഒരു സമ്മിശ്രിതമായിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ്. ചേച്ചിക്ക് ആക്ച്വലി ഒരു തമിഴ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലേ? ഇത് എത്രമാത്രം ഈ സിനിമയിൽ ഈ ക്യാരക്ടറിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഏറ്റവും കൂടുതൽ അതായിരുന്നു. കാരണം എനിക്ക് തമിഴിൽ അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇതുപോലത്തെ കഥാപാത്രങ്ങളൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ ഞാൻ തമിഴിൽ കൂടെ ഒരു സീരിയലേ ചെയ്തിട്ടുള്ളൂ നക്ഷത്ര ജനിക്കുന്നതിന് മുന്നേ ആയിട്ട്. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അത്. പ്രധാനമായിട്ടും ഒന്ന് മാതൃഭാഷ, പിന്നെ അതെപ്പോഴും പറയാൻ പറ്റാറില്ല. കാരണം ഇവിടെ ഇപ്പം നമ്മൾ എറണാകുളമാണ് താമസിക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്നതെല്ലാം ഇവിടെ തന്നെയാണ്. വീട്ടിലെല്ലാവരും റിലേറ്റീവ്സ് വരുമ്പോഴും ആ സമയത്തൊക്കെയാണ് കൂടുതൽ ഫുൾ ഫ്ലെഡ്ജ് ഒരു തമിഴ് വീടാണ് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഏതൊരു റീജിയനെ ബേസ് ചെയ്തിട്ടില്ല, അവിടെ കുറച്ച് ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കുമല്ലോ, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് അക്കമ്മ എന്ന് പറയുമ്പോൾ അക്കമ്മയുടെ പ്രത്യേകതകൾ വേറെയുണ്ട്. അക്കമ്മ മലയാളിയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും, അല്ലെങ്കിൽ അക്കമ്മ തമിഴത്ത് തന്നെയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അതിന് കാരണങ്ങളുണ്ട്. വേറൊരു സ്ഥലത്ത് നിന്നും ഇവിടെ വന്ന് താമസിച്ച സ്ത്രീയാണോ അക്കമ്മ എന്ന് നമുക്ക് തോന്നും. അക്കമ്മ എന്തിനാ ഇങ്ങനെ തമിഴ് പറയുന്നത് എന്ന് നമുക്ക് തോന്നാം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ആ ലാംഗ്വേജിൽ തന്നെ നമുക്ക് ഇത് അക്കമ്മയുടെ ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിറ്റേഷൻ ഇതിനുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനും പലേരി സാറും തന്നെ ഒരു സീനിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെയധികം നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ഒരു ഡയലോഗ് നമുക്ക് എഴുതി തന്നു കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ ഇങ്ങനെ തന്നെ പറയണം എന്നുള്ള നിർബന്ധങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന്. ഇത് കയ്യിൽ തന്നിട്ട് ഇനി പറയും, ഇത് നീ അക്കമ്മ എങ്ങനെയായിരിക്കും പറയുക, നീ ആണെങ്കിൽ എങ്ങനെയാ പറയാം. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു പ്ലേ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ടുള്ള ആ പൾസിൽ അത് വന്ന് വീഴും, ലാൻഡ് ചെയ്യും. അതാണ് നമ്മൾ പിന്നെ പെർഫോം ചെയ്യുന്നത്. ആ ഒരു സ്വാതന്ത്ര്യം വളരെയധികമാണ്. വളരെ അത് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ ഒരു ഗിവ് ആൻഡ് ടേക്ക്. മലയാള സിനിമയ്ക്ക് സാറ് കൊടുത്തൊരു പങ്ക് വളരെ വലുതായിട്ടുള്ള ഒരു പങ്കാണ്. ഓക്കെ സാർ, അപ്പം മലയാള സിനിമയുടെ ഒരു എവല്യൂഷൻ കണ്ട ഒരാളാണ്. ഇപ്പോൾ ഈ സിനിമയുടെ തന്നെ റൈറ്ററും കൂടിയാണ് സാറ്, സ്ക്രീൻ പ്ലേയിലുണ്ടായിരുന്നു. അപ്പോൾ സാറ് മാത്രമല്ല
ആക്ട് ചെയ്തിട്ടുണ്ട്. ആക്ട് ചെയ്തിട്ടുണ്ട്, ലിറിസിസ്റ്റ് ആണ്, പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസറും ആണ്. ഓക്കെ. അപ്പോൾ സാറ് ഈ ക്രിയേറ്റീവ് ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ ബൗണ്ടറീസ് ഒക്കെ പുഷ് ചെയ്ത് ഇത്രയും നാള് എങ്ങനെയാണ് സാർ അത് മോട്ടിവേറ്റ് ചെയ്ത് സ്വന്തമായിട്ട് ആ മോട്ടിവേഷൻ കൊണ്ടുവന്ന് എങ്ങനെയാണ് ഇങ്ങനെ തുടരാൻ പറ്റുന്നത്? അവിടെ ഇതിൻ്റെ ആൻസർ ഞാൻ പറയണമെങ്കിൽ മിനിമം 3 ദിവസം എടുക്കും. ഓക്കെ സാർ ചെറുതായിട്ട് പറഞ്ഞു. ഇതങ്ങനെ സംഭവിച്ചു പോയത് അത്രയേ ഉള്ളൂ. ഇതൊക്കെ അങ്ങനെ അല്ലാണ്ട് പ്രത്യേകിച്ചൊരു സെൽഫ് മോട്ടിവേഷനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല ഇതിനകത്ത്. അതായത് കാലം മാറുന്നതനുസരിച്ച് നമ്മൾ കാലം മാറിയതാണ്, ഞാൻ അറിഞ്ഞിട്ട് പോലില്ല. സാർ അപ്പം അങ്ങനെ ഒരു അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള രീതിക്ക് ഒന്നും ചെയ്യാറില്ല? ഒന്നും അത് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ടാവും. നമ്മളൊരു OS ഒന്നുമല്ലല്ലോ അപ്ഗ്രേഡ് ചെയ്യാൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നുമില്ലല്ലോ. നമ്മുടെ വിസ്ഡം നമ്മൾക്ക് ഒരുപാട് അറിവുകൾ തരും. വിസ്ഡം എന്ന് പറയുന്ന സംഗതി അറിവ്, തിരിച്ചറിവ് അങ്ങനല്ലേ പറയുന്നത്. നമ്മൾ പണ്ടത്തെ നമ്മളല്ലല്ലോ. നമ്മളിങ്ങനെ ഓരോ അനുഭവങ്ങളിലൂടെയും കാലം കടന്നു പോകുമ്പോഴും 2013 ഞാനല്ലല്ലോ 2014 എന്നാ. ഇപ്പോഴും ആ വിസ്ഡം നമുക്കുണ്ടാവും. വിസ്ഡമാണ് നമ്മളെ വളർത്തുന്നത്. ആക്ച്വലി വളർന്നിട്ട് വിസ്ഡം കിട്ടുന്നതാണോ അല്ല വിസ്ഡം കിട്ടിയിട്ട് വളരുന്നതാണോ ഒന്നുമല്ല, വളർച്ചയിലൂടെ നേടുന്നതാണ് ഈ വിസ്ഡം എന്ന് പറയുന്നത്. തിരിച്ചറിവ്. ആ തിരിച്ചറിവ് വളരെ ഈസി പ്രോസസ്സിംഗ് ആണ്. അതാണ് ഞാൻ കോളേജിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ കഥ എഴുതുന്നത്. ആ കഥ എനിക്കിപ്പോൾ എഴുതാൻ പറ്റില്ല, ശ്രമിച്ചാൽ പോലും പറ്റില്ല. പക്ഷേ ഇന്ന് എഴുതുന്ന കഥ അന്ന് എഴുതാൻ പറ്റില്ല. ആ 2 കഥയ്ക്ക് വരുന്ന ട്രാൻസിഷൻ എന്ന് പറയുന്നത് വളർച്ചയിലൂടെ കിട്ടുന്നതാണ്. നമ്മളെ ചുറ്റും നടക്കുന്ന ലോകത്തിൻ്റെ വളർച്ച, നമ്മളെ പ്രകൃതിയിൽ ചുറ്റും നമ്മൾ സംഭവിക്കുന്നതല്ലേ. ഞാൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഈ പൂർണിമയെ കാണുന്നതിന് മുൻപ് ഞാൻ വേറൊരാളാണ്. ഇവരിൽ നിന്നൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്, എല്ലാവരും നിന്ന് എടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും ഞാൻ എടുക്കുന്നുണ്ട് എന്തെങ്കിലും. ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ കുറച്ചും കൂടെ വളരും, അപ്ഗ്രഡേഷൻ സംഭവിക്കും. അതാണ് അപ്ഗ്രഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കഥ ഇപ്പോൾ ഞാൻ ചെയ്ത പടമുണ്ട് 1 മുതൽ 0 വരെ. അത് കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന സിനിമ എടുക്കുന്ന സമയത്ത് എഴുതിയതാണ്. പക്ഷെ കുട്ടിച്ചാത്തൻ എഴുതി കഴിഞ്ഞ ശേഷമാണ് ആ ഷൂട്ട് ചെയ്യുന്നത്. ആ ഷൂട്ടിംഗ് കാലത്താണ് ആ കഥ എഴുതുന്നത്. പക്ഷേ കുട്ടിച്ചാത്തൻ ഷൂട്ട് ചെയ്യുന്ന സമയത്തിന് മുൻപുള്ള ഞാൻ വേറൊരു ഞാനാണ്. കുട്ടിച്ചാത്തനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ പലതും പ്രിപ്പയർ ചെയ്യും. പ്രിപ്പയർ ചെയ്യുന്ന ചിന്തകൾ വരും. ചിന്തകൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടാവാം. അങ്ങനെ ആണ് ഞാൻ കുട്ടിച്ചാത്തൻ കഴിഞ്ഞ് അതിന് ഷൂട്ടിംഗ് സമയത്താണ് ഞാൻ ഒരു കഥ എഴുതുന്നു, ഒരു നോവലറ്റ് എഴുതുന്നത്. ആകാശത്തേക്കൊരു ജാലകം എന്ന് പറഞ്ഞ നോവലറ്റ് എഴുതുന്നു. ആ നോവലറ്റ് എഴുതാൻ എന്നോട് നിർബന്ധിക്കുന്നത് ജിജോ ആണ്. അപ്പോൾ അത് ഞാൻ എഴുതി, ഈ ഷൂട്ടിങ്ങിനിടയിൽ എഴുതി, അത് അച്ചടിച്ച് വന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വേറൊരാളായി. കാരണം അതൊരു റിസോഴ്സാണ്, ഒരു അപ്ഗ്രഡേഷനാണ് അല്ലേ. അത് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോഴാണ് ജിജോ എന്നോട് അടുത്ത പടം ചെയ്യാൻ പറയുന്നത്. അപ്പം ഞാൻ സെലക്ട് ചെയ്ത കഥയാണ് ആകാശത്തേക്കൊരു ജാലകം. അപ്പോൾ ആ കഥ എഴുതാനുള്ള കാരണക്കാരൻ ജിജോ ആണ്. അതിനുവേണ്ടി നിർബന്ധിച്ചൊരു എഡിറ്ററുണ്ട്, മണർക്കാട് മാത്യു സാർ എന്ന് പറയും. അദ്ദേഹത്തിന് നിർബന്ധം കൊണ്ടാണ് ഞാൻ അത് എഴുതിയത്. പക്ഷേ ജിജോ എനിക്ക് സ്പേസ് തന്നതുകൊണ്ടാണ് എഴുതിയത്. പക്ഷേ ആ കഥ തന്നെയാണ് ഞാൻ 1 മുതൽ 0 വരെ തിരക്കഥയാക്കുന്നത്. അപ്പോൾ വീണ്ടും അപ്ഗ്രേഡേഷൻ സംഭവിക്കണം അല്ലേ. അങ്ങനെ നമ്മൾ ചുറ്റും നോക്കി ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ എത്തുന്നത്. ഇപ്പോൾ ഇവനെ കണ്ടതുകൊണ്ടും ഇവൻ ഞാൻ പറഞ്ഞ ഷാനവാസിനെ ഈ കഥ ചിന്തിക്കുമ്പോഴും ഞാൻ വളരെയാണ്. എൻ്റെ അതിലൂടെ തന്നെ ഈ പടം കഴിയുമ്പം ഷൂട്ടിംഗ് തുടങ്ങിയ മുതലുള്ള ഷാനവാസ് അല്ല ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. അവൻ്റെ മനസ്സിൽ ഇപ്പം പുതിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ. അതിനൊക്കെ സഹായിക്കുന്നത് ഈ അപ്ഗ്രഡേഷൻ. അപ്പം നമ്മുടെ ഈ സംസാരം പോലും നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഷാനവാസൊക്കെയാണ് സാറിനെ തൊട്ടപ്പനിലൂടെ ആക്ടിങ് എന്നുള്ളതിലേക്ക് കൊണ്ടുവന്നത്. എങ്ങനെയാണ് ആ ഒരു അപ്രോച്ച് നടത്തിയത് സാർ? അതുവരെയും ഡയറക്ടർ, സ്ക്രീൻ പ്ലേ റൈറ്റർ എന്നുള്ള ഒരു രീതിയിൽ മാത്രം നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ആക്ടിങ് എന്നുള്ള ഒരു സാധനം അത് ഞാൻ കുറേ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഒന്നുമല്ല, ഞാൻ സാറിൻ്റെ ഫാൻ ബോയ് ആണ്. അപ്പം ആ ഫാൻ ബോയ് ആയതുകൊണ്ട് സാറിനെ നിരന്തരം ഫോളോ ചെയ്തുകൊണ്ടും എനിക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് ഈ തിരക്കഥ. അപ്പം അങ്ങനെ സാറിനെ നിരന്തരം ഫോളോ ചെയ്ത് ശല്യപ്പെടുത്തി സാറിനെ നേരിട്ട് ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു. തൊട്ടപ്പൻ്റെ റൈറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ പ്രീ പ്രോസസ് കാസ്റ്റിംഗ് തുടങ്ങിയിരിക്കുകയായിരുന്നു. അപ്പം അദ്രുമാൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് ഏറ്റവും ആപ്റ്റായ മുഖം, ഇത്രയും സുന്ദരനും സുമുഖനും സുശീലനും ആയ ഇതേ അല്ലാതെ വേറെ ആരുമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അവൻ വിളിച്ചപ്പോൾ പക്ഷേ അദ്ദേഹത്തെ അതിലേക്ക് കൊണ്ടുവരാൻ വലിയ ടാസ്ക് ആയിരുന്നു.
അവസാനം അമ്പുക്കയും അൻവർ റഷീദും സത്യൻ അന്തിക്കാട് സാറും ആണ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. അവർ രണ്ടുപേരും നിർബന്ധിച്ച് ഞാൻ അവരോട് സമ്മതം ചോദിച്ചു എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോൾ അവരങ്ങനെ വളരെ പോസിറ്റീവായിട്ട് അൻവർ എന്നോട് പറഞ്ഞത് ചാടിക്കോ അതിലേക്ക്, ഇല്ലെങ്കിൽ ഞാൻ തള്ളിയിടുന്നാണ് പറഞ്ഞത്. സാറിന് അതിന് മുന്നേ അങ്ങനെ ഒരു ചിന്തയെങ്കിലും വന്നിട്ടുണ്ടോ അഭിനയിക്കണം എന്നുള്ളൊരു അങ്ങനെ ഒരു അപ്രോച്ച് വന്നപ്പോഴാണ് അങ്ങനെ എന്നാൽ പിന്നെ നോക്കിയേക്കാം എന്നൊരു ചിന്ത വന്നത്? എങ്ങനെ നോക്കിയേക്കാന്നല്ല, ഞാനത് അങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടേ ഇല്ല. അല്ലെങ്കിൽ നമുക്കൊരു ആഗ്രഹം വരണ്ടേ അഭിനയിക്കണം എന്നുള്ളത്. ജീവിതത്തിൽ തന്നെ നമ്മൾക്കൊരു ഒരുപാട് അഭിനയം ഇല്ലേ, ഒരു നമ്മുടെ പലപ്പോഴും നമ്മളെ തന്നെ മുമ്പിൽ നമ്മൾ വേറൊരു കഥാപാത്രമായിട്ട് മാറും. പല ഘട്ടങ്ങളിലും ഉണ്ടാവും, എല്ലാവരും ജീവിതത്തിലും ഉണ്ടാവും, ഇല്ലാത്ത ആരുമില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളെ തന്നെ നിരീക്ഷിക്കും. പക്ഷേ ഇത് ഒരു വേറൊരു തരത്തിലുള്ള അപ്രോച്ചാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ അവൻ്റെ ഒരു ആഗ്രഹവും ഷാനവാസൻ ഇത് എന്നിൽ കാണുന്ന ഒരു ഒരു സഹായമാണ് അവൻ ചോദിക്കുന്നത്. അപ്പം എനിക്ക് തോന്നി അത് സഹായിക്കാൻ തോന്നി. പക്ഷേ അനുഭവിക്കേണ്ടത് അവനാണ്, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയായില്ല എന്ന് കണ്ടാൽ വേറെ ആളെ വെക്കണം, അത് ടെക്നിക്കൽ പ്രോബ്ലമാണ് അല്ലേ. പക്ഷേ അദ്ദേഹം വെച്ചിട്ടില്ല ആരെയും. ഞാൻ തന്നെ മനസ്സിൽ കണ്ടിരുന്നു ഒരാളോട് ആ സമയമാകുമ്പോൾ വേണമെങ്കിൽ ചോദിക്കാമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. എനിക്കിപ്പം പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറൊരാളെ ഞാൻ നിർബന്ധിക്കുമായിരുന്നു. പക്ഷെ അങ്ങൊന്നും വേണ്ടി വന്നിട്ടില്ല. പിന്നീട് അങ്ങോട്ട് ഞാൻ കുറേ പടങ്ങളൊക്കെ ചെയ്തു. അത് ഈ സിനിമയിലെ ക്യാരക്ടറിനെ പറ്റി പറയാമോ? ഈ സിനിമയിലെ ഒരു കഥാപാത്രം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് പടം വരുമ്പോൾ അറിയില്ല. പേര് ഹൈദരാലിക്ക ഒരു വലിയ പണക്കാരനാണ്. ഹൈദരാലിക്ക എന്ന് പറയുമ്പോൾ എനിക്ക് ജീനിനെ ഓർമ്മ. ജീനിയില്ലേ നമ്മുടെ അല്ലാതിൻ്റെ മറ്റേ അത്ഭുത വിളക്കിൽ നിന്നും വരുന്ന. ചേച്ചി ഇപ്പം നോക്കുവാണെങ്കിൽ ചേച്ചി കൈവയ്ക്കാത്ത മേഖലകളൊന്നുമില്ല. പ്രാണമുണ്ട് ബുട്ടീക്ക് നമുക്ക്, പിന്നെ ആക്ടിങ്, മോഡലിംഗ്, ഈവൻ സീരിയൽ രംഗത്തും ഹോസ്റ്റിംഗ്, ഇപ്പോൾ ജഡ്ജായിട്ടും ചേച്ചി ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ചിരിയൊക്കെ ഉണ്ട് എൻ്റെ ഇടയിൽ. ഇപ്പൊ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ ചേച്ചി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? എങ്ങനെയാണ് ഇത്രയും വർക്കുകൾ ഇതെല്ലാം കൂടെയാണ് ചേച്ചിയെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ഓക്കെ, എന്നാലും ഇപ്പം ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് സീരിയൽ ആക്ടിങ് ഒരു ഡിഫറെൻറ്റ് ആക്ടിങ് ആണ്, സിനിമയിൽ അഭിനയിക്കുന്നത് വേറൊരു ടൈപ്പ് ഓഫ് ആക്ടിങ് ആണ്. അങ്ങനെ ഒരു ഡിഫറൻസ് ചേച്ചിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ല ചേച്ചിയുടെ അഭിനയത്തിൽ അങ്ങനെ സീരിയൽ അഭിനയിച്ചതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വ്യത്യാസം വന്നു എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അപ്രോച്ചിൽ ഓരോരുത്തർക്കും ഡിഫറൻസ് ഉണ്ടാവില്ല. അതായത് അഭിനയത്തിൽ എന്തുമാത്രം അത് ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ എൻ്റെ മനസ്സിലില്ല. നമ്മളൊരു കഥാപാത്രം അതിപ്പോൾ ചെറിയ സ്ക്രീനിലോ വലിയ സ്ക്രീനിലോ എങ്ങനെയാണെങ്കിലും ആ കഥാപാത്രം ആ നിമിഷത്തിൽ എങ്ങനെ പെരുമാറും ഒരുപോലെയല്ലേ പെരുമാറാൻ പറ്റുള്ളൂ. ചെറിയ സ്ക്രീനിലാകുമ്പോൾ വേറെ പോലെ പെരുമാറാൻ പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് കൺസീവ് ചെയ്യുന്ന ആൾക്കാരുടെ അപ്രോച്ചിന് ചിലപ്പോൾ അതിന് മാറ്റം ഉണ്ടാവും. അപ്പോൾ അതിന് ഉത്തരം പറയാൻ ഞാൻ ആളല്ല. പക്ഷേ എനിക്ക് കുട്ടി പറഞ്ഞ ചോദ്യത്തിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായി. എങ്ങനെയാണ് മൾട്ടിപ്പിൾ മേഖലകളിൽ ഒരേ സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വലി അപ്രോച്ച് മാറാറുണ്ടോ എന്നതല്ലേ ചോദിച്ചത്. പക്ഷേ ചേച്ചിയുടെ അങ്ങനെ ഒരു ചേഞ്ച് ഞാൻ കണ്ടിട്ടില്ല. ചേച്ചി എപ്പോഴും സെയിമാണ്. അത് ആക്ച്വലി ഒരു നല്ല രീതിയിലാണ് ഞാൻ പറഞ്ഞത്. എനിക്കത് നല്ലതായിട്ട് ഫീൽ ചെയ്തത്. അങ്ങനെ ഒരു മാറ്റം സീരിയലിൽ നിന്ന് വന്നോ അല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിക്കുമ്പോൾ പറഞ്ഞു അങ്ങനെ അക്സെപ്റ്റൻസിന് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, പണ്ടത്തെ കാലത്ത് ഞാൻ ആദ്യം ചെറിയ സ്ക്രീനിലാണ് വന്നത്. ടെലിവിഷനിലൂടെ അവതാരികയായിട്ടാണ് ഞാൻ ആദ്യം വരുന്നത് 15 വയസ്സിൽ. അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ടെലിവിഷനിൽ പെയ്തുപിടിയാതെ എന്ന് പറയുന്ന സീരിയൽ ചെയ്യുന്ന സമയത്തും ടെലിവിഷനോടുള്ള ജനറലി ഉള്ള ഒരു അപ്രോച്ച് ഉണ്ടല്ലോ. കാരണം ജനങ്ങൾക്ക് ടെലിവിഷനിലൂടെ കാണുന്ന ആൾക്കാരെല്ലാം അവരുടെ വീട്ടിലത്തെ ആൾക്കാരെ പോലെയാണ്. ഭയങ്കര അക്സെപ്റ്റൻസ് ആണ്, സ്നേഹമാണ്. കാരണം അടുക്കളയിൽ നിന്നും നമ്മൾ പറയില്ല, നമ്മുടെ ഒരു വീടിൻ്റെ അടുക്കളയിൽ വരെ എത്തിച്ചെല്ലുന്നതാണ് കഥാപാത്രങ്ങൾ ചെറിയ സ്ക്രീനിൽ എല്ലാ ദിവസവും. അപ്പോൾ ആ ഒരു സ്നേഹവും ആ ഒരു അക്സെപ്റ്റൻസും അവരുടെ ഭാഗത്തു നിന്നുണ്ട്. നേരെ മറിച്ച് സിനിമയിൽ കുറച്ചു കാലം മുന്നേ വരെ, അതായത് ഞാനൊക്കെ ആദ്യം അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് സിനിമയെന്ന് പറഞ്ഞൊരു സ്റ്റാർഡം പോലെയാണ് നോക്കി. സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സ്റ്റാർ ആയിട്ടാണ് കണ്ടിരുന്നത്. ഒരു ഭയങ്കര ക്ലിയർ ആയിട്ടൊരു ഡിഫറൻസിയേഷൻ ഫീൽ ചെയ്തിരുന്നു അക്സെപ്റ്റൻസ് ഇതിൽ. പക്ഷേ ഇന്ന് നോക്കൂ, അതിനുശേഷം സിനിമയ്ക്കൊരു വലിയ മാറ്റം വന്നു.
അതിനുശേഷം നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഇപ്പോഴും വീണ്ടും നമ്മൾ OTT പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞ് ചെറിയ സ്ക്രീൻ തന്നെയല്ലേ റൂൾ ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അല്ലാതെ മാധ്യമങ്ങൾ മാറുന്നത് കൊണ്ട് മാധ്യമത്തിലൂടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് മാറ്റം എനിക്ക് തോന്നണില്ല അങ്ങനെ ഉണ്ട് എന്നുള്ളത്. അതിനോട്ടുള്ള കാഴ്ചപ്പാടിന് തീർച്ചയായിട്ടും കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ തന്നെയാണത്. സാർ മലയാള സിനിമയുടെ മാറ്റത്തെ എങ്ങനെ നോക്കിക്കാണുന്നത്? പഴയതിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ മലയാള സിനിമ എത്തി നിൽക്കുന്നു. ഇനി ഒരു ഫ്യൂച്ചർ സാറിൻ്റെ വിഷനിൽ എങ്ങനെയായിരിക്കും മലയാള സിനിമയാണ്? മലയാള സിനിമയ്ക്ക് മാത്രമൊരു മാറ്റം ഉണ്ടാവില്ല, മൊത്തത്തിൽ സിനിമയല്ലേ മാറുക. ടെക്നിക്കൽ സൈഡിൽ ഒരുപാട് വളർച്ച ഉണ്ടാവും. ആ വളർച്ച ഉണ്ടാവുന്നതിനനുസരിച്ചിട്ട് ക്രിയേറ്റിവിറ്റി സൈഡിലും വളർച്ച ഉണ്ടാവും. സബ്ജക്റ്റ് മാറാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഈ കുടുംബ ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ ബേസ്ഡ് ആയിട്ടുള്ള എത്രയോ കാലം നമ്മൾ അങ്ങനത്തെ കഥകളായിരിക്കും ഇനിയും കുറേ കാലം നമ്മൾ കൊണ്ടുപോകുക. അതിലേക്ക് ഫാൻറ്റസിയും എല്ലാം വന്നേക്കാം. അത് എപ്പോഴും ജീവിതമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ തന്നെയാണ് സംഭവിക്കുക, എത്ര ടെക്നോളജി വന്നാലും. ബേസിക്കായിട്ട് ടെക്നോളജിയുടെ ഡോമിനേഷൻ വരുമ്പോഴും സംഭവിക്കുന്നത് ആൾക്കാരുടെ ഇമോഷൻസിന് ടെക്നോളജി അഡ്വാൻസ്മെൻ്റ് ഒന്നും വരുന്നില്ലല്ലോ. ഇപ്പോൾ ഈയിടെ ഞാൻ ഒരു കമ്പ്യൂട്ടർ ഗെയിം ഉണ്ടായിരുന്നു. എനിക്കതിൻ്റെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. മകൻ എന്നോട് സംസാരിക്കുകയുണ്ടായിരുന്നു. ഗെയിം കളിക്കുന്ന ഒരുപാട് പേരുണ്ട്, കമ്പ്യൂട്ടർ ഗെയിം. അപ്പോൾ ഗെയിമിലെ ഒരു ക്യാരക്ടർ, ഒരു സീരീസ് ഓഫ് ഗെയിംസ് ഉണ്ട്, ഒരേ പേരിലുള്ള ഒരു സീരീസ് ഓഫ് ഗെയിം. അതിൽ നായകൻ്റെ മരണം സംഭവിക്കുന്നുണ്ട്. ഹീറോ കളിക്കുന്ന ഗെയിമിൽ ഒരു ഹീറോ, ആ ഹീറോ മരിക്കുന്നുണ്ട്. ആ മരിക്കുന്ന പോർഷൻസൊക്കെ ആനിമേഷനാണ്. അത് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി, കൊറിയൻ പെൺകുട്ടിയെ മറ്റാണ്. അവർ ഇവൻ മരിക്കുന്ന ആനിമേഷൻ വന്നിട്ട് ഇവൾ TV-യുടെ മുമ്പിലിരുന്ന് കമ്പ്യൂട്ടർ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന അവൾ ആ കമ്പ്യൂട്ടർ മോണിറ്ററിന് മുമ്പിൽ ഇരുന്നിട്ട് കരയുന്നൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. വെറും പിക്സൽസാണ് ഈ ക്യാരക്ടേഴ്സൊക്കെ. പക്ഷെ അതിനെ ഒരു ഹ്യൂമൻ ആയിട്ട് കണ്ട് അവൻ്റെ മരണമൊക്കെ കണ്ടിട്ട് അവൾ കരഞ്ഞ് ഇങ്ങനെ ടിഷ്യൂസൊക്കെ എടുത്ത് ഇങ്ങനെ കണ്ണീര് വാർക്കുന്ന ഞാൻ കണ്ടിട്ട് അതിശയിച്ച് പോയിട്ടുണ്ട്. ഇതെനിക്ക് കാണിച്ചതെന്ന് എൻ്റെ മോനാണ്. അപ്പോഴാണ് ഈ ഗെയിമിനകത്തുള്ള ഒരു സിനിമ പോലെ കാണുകയാണ് അവർ, അതിൽ ഇൻവോൾവ് ആവുകയാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു കട്ടിലൊരു മുറിയിൽ കാണുമ്പോൾ നമ്മൾ കസലിൽ ഇരുന്നിട്ടാണ് അതിൽ ഇൻവോൾവ് ആവുന്നത്. ഇത് ഗെയിമിനുള്ളിലേക്ക് ചാടിപ്പോയിട്ട് ഗെയിമിനുള്ളിൽ ഇരുന്നിട്ടാണ് ആ ഗെയിമിനെ കാണുന്നത്. മനസ്സിലായി പറഞ്ഞത്? അവളാണ് പ്ലേ ചെയ്യുന്നത്. പക്ഷെ എന്നിട്ട് അതിലെ ഹീറോ മരിക്കുമ്പോൾ ഇവൾ കരയാണ്. അവളെ എനിക്ക് അത് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ നാളെ ഇപ്പോൾ 27-ാം തീയതി കാണുന്നത്, ഈ സിനിമ കാണുന്നത് തിയേറ്ററിലിരുന്നിട്ടാണ്, കസലിരുന്നിട്ട്. ഞാനോ നിങ്ങളോ ആരും അത് ചാടിപ്പോയിട്ട് അക്കമ്മയുടെ ബ്രദറായിട്ട് മാറുന്നില്ല, അല്ലെങ്കിൽ ആ ക്യാരക്ടറായിട്ട് മാറുന്നില്ല. ഇമോഷണലായിട്ട് നമ്മൾ കണക്റ്റഡ് ആവുകയാണ്. രണ്ട് തലമാണ്. ഇപ്പോഴും ഞാനത് കാണുമ്പോൾ ആലോചിച്ചത് സിനിമയെക്കാളും മുമ്പിലാണല്ലോ ഈ ഗെയിം എന്നുള്ളത്. ബ്ലാക്ക് മിറർ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട്, അതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ്, എനിക്കത് കണ്ടിട്ട് അതിശയം തോന്നി. ബേസിക്കലി ഒരു ഹ്യൂമൻ ഇമോഷണൽ കണക്റ്റ് എവിടെയാണോ വരുന്നത് അവിടെ നമ്മൾ ഇൻവെസ്റ്റഡ് ആവും എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. ഇപ്പം സാറ് നേരത്തെ പറഞ്ഞു എത്ര ടെക്നോളജി പോയാലും നമ്മൾക്ക് ആ ഒരു ഹ്യൂമൻ ഇമോഷൻസ് വിട്ട് കളയാൻ പറ്റില്ലല്ലോ. എല്ലാ ടൈപ്പും ഇഷ്ടമാണ്. ഓക്കെ, അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഇപ്പം കഴിഞ്ഞ 2 സിനിമയിൽ നിന്ന് വിഭിന്നമാണ് ഈ സിനിമയുടെ മേക്കിംഗ് സ്റ്റൈലും ഈ സിനിമയുടെ മൂഡും ഈ സിനിമയുടെ കഥാപാത്രങ്ങളും ഡയലോഗ്സും ഒക്കെ. ഇനി എല്ലാ കൈൻഡ് ഓഫ് സിനിമകൾ ചെയ്യാനും ആളുകൾ തിയേറ്ററിൽ വന്ന് ആസ്വദിച്ച് കൈയടിച്ച് സന്തോഷിച്ച് പ്രൊഡ്യൂസർക്ക് പൈസ കിട്ടി നമുക്ക് അടുത്ത പടത്തിലേക്ക് ഇട്ടെന്ന് എത്താൻ പറ്റുന്ന സിനിമ എല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ്. പക്ഷേ 3 സിനിമയും എനിക്ക് എൻ്റെ അനുഭവത്തെ നേരത്തെ സാറ് പറഞ്ഞ പോലെ എൻ്റെ വളർച്ചയെ ഒരു ഫിലിം എൻ്റെ ഗ്രാഫ് ഉണ്ടല്ലോ, ഒരു മേക്കർ എന്ന നിലയിൽ എൻ്റെ നോളജിന് വളരെ വളരെ ഗുണമായിരുന്നു. ഈ ഒരു കട്ടിൽ മുറിയിലെത്തുമ്പോൾ ഞാൻ കൂടുതൽ കോൺഫിഡൻസ് ആയിട്ടുണ്ട് ആസ് എ മേക്കർ എന്ന നിലയിൽ. അടുത്ത പടത്തിലെത്തുമ്പോൾ അതും ഉണ്ടാവും. അപ്പോഴും എനിക്ക് പരിമിതി ഉണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. ആ പരിമിതി എങ്ങനെ മറികടന്ന് പോകാൻ പറ്റും. ഓക്കെ, ചേച്ചിക്ക് ഇമോഷണൽ കണക്ഷൻ തോന്നിയിട്ടുള്ള ഏതെങ്കിലും ക്യാരക്ടർ ഉണ്ടായിട്ടുണ്ടോ ഇതുവരെ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ? അതെ, പുള്ളി എടുത്തു നോക്കുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആണ്. അത് എനിക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അതാണ് എൻ്റെ പ്രോസസ്സ്. അങ്ങനെയാണ്, ഇമോഷണലി കണക്റ്റഡ് അല്ലെങ്കിൽ ഡിസ്കണക്റ്റഡ് ആയി പോകും ആ മൂമെൻറ്റിൽ. എല്ലാ കഥാപാത്രങ്ങളായിട്ട് വളരെ
ഇമോഷണലി കണക്റ്റഡ് ആണ്. കഥാപാത്രത്തെ ജഡ്ജ് ചെയ്യാതെ കഥാപാത്രത്തിൻ്റെ ലേയേഴ്സിലോട്ട് ഇറങ്ങി ചെന്ന് അറിയുക എന്നുള്ളത് തന്നെയാണല്ലോ ഈ കണക്ഷൻ നമ്മൾ പറയുന്നത്. അപ്പോൾ അത്രയും ഇൻഡൾജ് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ആ കഥാപാത്രത്തെ നമ്മളോടൊപ്പം തന്നെ നമ്മൾ കൊണ്ടുപോകും മുന്നോട്ടുള്ള യാത്രയിൽ. ഓക്കെ, സാറ് ഒത്തിരി കഥാപാത്രങ്ങളെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. എപ്പോഴെങ്കിലും ഇപ്പം നമ്മൾ ഗെയിമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ സാറ് ഒരു കഥാപാത്രത്തെ, അതായത് സാറിൻ്റെ ക്യാരക്ടറൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇല്ല. അല്ലെങ്കിൽ ഇപ്പം സാർ ഒബ്സർവ് ചെയ്യുന്ന ഒരാൾ എന്താണ് ക്യാരക്ടർ എനിക്ക് തന്നെ അറിയില്ല മോളെ. ഒബ്സർവ് ചെയ്യുന്ന ആളാണെന്ന് എനിക്കിപ്പോൾ സംസാരത്തിൽ നിന്ന് മനസ്സിലായി. പൊതുവെ ഇരിക്കുന്ന സറൗണ്ടിങ് ആവട്ടെ എന്ത്, അങ്ങനെ ഇപ്പോൾ കണ്ട ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ നിരീക്ഷിച്ച് അതിനെ കഥയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ല, അതുമില്ല. എല്ലാം സാറിന്റെ ഫാന്റസിയിൽ നിന്നാണ് സാർ ക്രിയേറ്റ് ചെയ്യുന്നത്? എൻ്റെ ജീവിതത്തിൽ നിന്നാണ് എടുക്കുന്നത്. അതിലൊരു പക്ഷേ പലരുടെയും ഒബ്സർവേഷൻസിൽ വന്ന എലമെൻറ്റ്സ് ഉണ്ടാവാം. അല്ലാണ്ട് ഒരാളെ ഫോളോ ചെയ്യുകയോ അല്ല ഒരാളുടെ ജീവിതത്തിൻ്റെ കഥ എങ്ങനെ നമുക്ക് എളുപ്പമല്ല അത്. ഒന്നാമത് എൻ്റെ കഥ ഞാൻ പറയാതെ ആരും അറിയില്ല. എന്നോട് ആരും കഥ പറയില്ല, ഞാൻ ആരോട് ചോദിക്കില്ല, അങ്ങനെ ഇല്ല. പക്ഷെ നമുക്കത് വേറെ ലെവലിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് എഴുതാൻ സാധിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പൂർണിമ ചേച്ചി വന്നിരുന്നപ്പോൾ തൊട്ട് പാടുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അത് സത്യമായിട്ട് ഉറക്കം വന്നിട്ട് പാടിയതാണ്. അല്ല, രാവിലെ തൊട്ട് ഒരേ കാര്യം തന്നെ പറഞ്ഞു നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവ് സ്പേസിലേക്ക് വരണം എന്നുള്ളതുകൊണ്ട് പാടിപ്പോയതാ. പഠിപ്പിക്കാനായിരിക്കുമല്ലേ പരിപാടി? എനിക്കറിയായിരുന്നു. എന്ത് ചെയ്യുന്നത് നമുക്കൊരു പാട്ടിലൂടെ ആവാം. അജീബ് ദാസ്താൻ ഹൈ കഹാ ശുരു കഹാ ഖത്ം ये मंजिलें हैं कौन सी न वो समझ सके न हम. കഴിഞ്ഞോ? അപ്പോൾ നമ്മുടെ എൻ്റെ ഏറ്റവും ചൈൽഡ്ഹുഡ് മെമ്മറിയാണ് ഈ സോങ്. എൻ്റെ വീട്ടിൽ വളരെയധികം പഴയ ഹിന്ദി ഗാനങ്ങളും തമിഴൊക്കെ പാട്ടുകളൊക്കെ കേൾക്കുമായിരുന്നു. പക്ഷെ അതങ്ങനെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ എനി ടൈം ഒരു കംഫർട്ട് സ്പേസ് വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി മനസ്സിൽ വരുന്ന പാട്ടത്. ചേച്ചി നല്ല ആസ്വദിച്ചാണ് പാടുന്നത്. ചേച്ചി എല്ലാ ഞാൻ പാട്ടുകാരിയല്ലല്ലോ, അപ്പോൾ അത് എനിക്കൊരു ഫ്രീഡം ഉണ്ടല്ലോ അതിൻ്റെ. പാട്ടുകാരി ആകുമ്പോഴല്ലേ അയ്യോ എൻ്റെ സാധനങ്ങളൊക്കെ കറക്റ്റായിട്ട് വന്ന് വീണ്ടും സംഗതികളൊക്കെ കിട്ടിയോ, അതൊന്നും ഇല്ലല്ലോ നമുക്ക്. പാട്ടുകാരിയായ മകളെ കിട്ടിയല്ലോ, ദൈവാനുഗ്രഹം. അപ്പോൾ നമ്മുടെ ഒരു കട്ടിൽ ഒരു മുറി മൂവി നല്ല വൻ വിജയമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.